Hi dears, Nishi's Kitchen Vlogs ലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കൊറിയൻ കിംചി. ഇതൊരു കൊറിയൻ സ്റ്റൈൽ പിക്കിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നാപ്പ കാബേജ്, ചൈനീസ് കാബേജ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന കാബേജ് ആണ്. ഇതാണ് ഇനി ശരിക്കും വേണ്ടത്. ഇത് കിട്ടുമെങ്കിൽ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാ തോരനൊക്കെ വെക്കുന്ന കാബേജ് വെച്ച് ചെയ്യാം. ഇതിന് മുറിച്ചെടുക്കണം. സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിന് നടുക്കേ മുറിക്കാം. ഇതിപ്പോ നടുക്കേ മുറിച്ച് 2 കഷ്ണാക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും നടുക്കേ മുറിക്കാം. മറ്റേ പീസും അതുപോലെ മുറിക്കാം. ഇനി കുറുകെ കുറച്ച് വലിയ സ്ക്വയർ പീസ് ആയിട്ട് കട്ട് ചെയ്യാം. ഈ മുറിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഏകദേശം സ്ക്വയർ പീസ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ മുറിച്ചെടുക്കാം. കാബേജ് എല്ലാം മുറിച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഈ കാബേജും ഉപ്പും കൂടെ നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഉപ്പ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് 2 മണിക്കൂർ മാറ്റി വെക്കണം. അതിനിടക്ക് അരമണിക്കൂർ വിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ബാക്കി വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം. കുറച്ച് പച്ചക്കറി മുറിച്ചെടുക്കണം. ഞാനിവിടെ വലിപ്പം കുറഞ്ഞൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു മുള്ളങ്കിന്റെ പകുതി എടുത്തിട്ടുണ്ട്, കുറച്ച് സ്പ്രിംഗ് ഓനിയൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം മുറിച്ചെടുക്കണം. മുള്ളങ്കിയും ക്യാരറ്റും സ്പ്രിംഗ് ഓനിയനും മുറിച്ചെടുത്തിട്ടുണ്ട്. മുള്ളങ്കിയും ക്യാരറ്റും ഇതുപോലെ നേർത്ത നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. സ്പ്രിംഗ് ഓനിയൻ കുറച്ച് നീളം കുറച്ച് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി അടുപ്പത്ത് ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം തീ കത്തിച്ച് ഇളക്കി കുറുക്കിയെടുക്കാം. ഇതിപ്പോ തിളച്ച് കുറുകി നല്ല കട്ടിയായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി ഒരു ബൗളിലേക്ക് മാറ്റാം. കാബേജ് ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. അടക്ക ഞാൻ 2-3 പ്രാവശ്യം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഇനി നല്ലോണം വെള്ളം ഒഴിച്ച് 3-4 വട്ടം നന്നായി കഴുകിയെടുക്കാം. കാബേജ് നന്നായി കഴുകി വെള്ളം ഡ്രൈ ആവാൻ വേണ്ടി ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. കാബേജ് ഇപ്പം വെള്ളം ഡ്രൈ ആയിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിന്റെ കൂടെ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച മുള്ളങ്കിയും ക്യാരറ്റും സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ മിക്സിയിൽ നന്നായി സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളേന്റെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 8 അല്ലി ചെറിയല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി മുറിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വിട്ടാൻ എളുപ്പത്തിന് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. എല്ലാം കൂടി നന്നായി അരച്ചെടുക്കാം. ഇതിപ്പോ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നേരത്തെ അരിപ്പൊടി കുറുക്കി വെച്ചതിന്റെ കൂടെ ചേർക്കാം. അരിപ്പൊടി കുറുക്കിയത് ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കണം. ശരിക്കും ഇതിന് കൊറിയൻ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കേണ്ടത്. അത് കിട്ടുന്നവർ അത് ചേർക്കാം. ഞാനിപ്പം അതിന് പകരം നമ്മൾ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പിരിയൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം.
മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി പച്ചക്കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. കൊറിയൻ കിംചി റെഡിയാണ്. ഇതിനി ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു കുപ്പി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി ഉണക്കിയെടുത്ത കുപ്പിയാണ്. എല്ലാം കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിനി അടച്ച് ചുരുങ്ങിയത് 24 മണിക്കൂർ വെക്കാം. അതിനുശേഷം എടുത്ത് കഴിക്കാം. അധിക ദിവസം വെച്ചാൽ അധികം നല്ലത്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.